പോക്കോയുടെ ആദ്യത്തെ ഫോണായിരുന്നു പോക്കോ F1. ആ ഒരു ഫോണിൽ വളരെ മികച്ച ഫീച്ചേഴ്സ് ആയിരുന്നു നമുക്ക് ലഭിച്ചിരുന്നത്. അതും വളരെ കുറഞ്ഞ ഒരു പ്രൈസ് റേഞ്ചിൽ. സ്നാപ്ഡ്രാഗൺ 845 എന്ന പ്രോസസ്സർ നമുക്ക് 20,000 രൂപ പ്രൈസ് റേഞ്ചിൽ ആ ഫോണിൽ ലഭിച്ചിരുന്നു. അത് വളരെ മികച്ചൊരു വാല്യൂ ഫോർ മണി ഫോണായിരുന്നു പോക്കോ F1. അതിനുശേഷം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫോണാണ് പോക്കോ F2. പോക്കോ F1 എന്ന ഫോണിൻ്റെ സക്സസർ. എന്നാൽ അതിനുശേഷം പോക്കോ F2 Pro എന്ന ഫോൺ വന്നു, പിന്നെ പോക്കോ M സീരീസ് വന്നു, X സീരീസ് വന്നു, അതുപോലെ തന്നെ C സീരീസ് ഒക്കെ വന്നു. പക്ഷേ പോക്കോ F1 എന്ന ഫോണിൻ്റെ സക്സസറായ പോക്കോ F2 മാത്രം വന്നില്ല. ഇപ്പോൾ പോക്കോ F2 എന്ന ഫോൺ വരാൻ പോകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. പോക്കോ ഒരു വീഡിയോ അവരുടെ ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ താങ്ക് യു ഫോർ ദി F2 എന്നുള്ളൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ഇത് പോക്കോ F2ൻ്റെ ടീസറാണെന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, അതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ പോക്കോ F2ൻ്റെ ചില സ്പെസിഫിക്കേഷനും ലീക്കായിട്ടുണ്ട്. ആ ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആയിരിക്കും വരിക. സാധാരണ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഫോണുകളിൽ കാണുന്നത് പോലെ മെയിൻ സെൻസറും അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും മാക്രോ ലെൻസും പിന്നെ ഡെപ്ത് സെൻസറും ആയിരിക്കും ഈ ഫോണിൽ വരിക. പിന്നെ ഈ ഫോണിൽ 4250 mAh ബാറ്ററി വരുമെന്നാണ് പറയപ്പെടുന്നത്. ഈ ഫോണിൽ റിവേഴ്സ് ചാർജിംഗ് എന്നുള്ള ഫീച്ചറും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം പോക്കോ X2ലും അതുപോലെ തന്നെ പോക്കോ X3ലൊക്കെ 120 Hz റിഫ്രഷ് റേറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ പോക്കോ F2നെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഈ ഫോണിൽ അമോലെഡ് ഡിസ്പ്ലേ ആയിരിക്കും വരിക. അപ്പോൾ അത് വളരെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അമോലെഡ് ഡിസ്പ്ലേയും അതുപോലെ 120 Hz റിഫ്രഷ് റേറ്റും. ഇപ്പം പോക്കോ X2, X3 എന്നീ ഫോണുകളൊക്കെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൽ LCD പാനലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ NFC സപ്പോർട്ട് ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറായിരിക്കും വരിക എന്നാണ് പറയപ്പെടുന്നത്. പോക്കോ X3 എന്ന ഫോണിൽ വരുന്ന അതേ ഒരു പ്രോസസ്സറാണിത്. ഇത് ചിലവർക്ക് ഒരു ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയേക്കാം. കാരണം പോക്കോ F2ൽ പലരും പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ ഉള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറിൻ്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസ്സറാണ്. കാരണം പോക്കോ F1ൽ അതുപോലെയായിരുന്നു വന്നിരുന്നത്, അതും വളരെ നല്ലൊരു പ്രൈസ് റേഞ്ചിൽ. എന്തായാലും അങ്ങനെയൊന്നും നമുക്ക് പോക്കോ F2ൽ കിട്ടാൻ ചാൻസ് ഇല്ല. പോക്കോ F2ൽ മിഡ് റേഞ്ച് സെഗ്മെന്റിൽ വരുന്ന ഒരു പ്രോസസ്സറായിരിക്കും വരിക. പിന്നെ ഈ ഒരു കാര്യം മുമ്പ് പോക്കോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്നാപ്ഡ്രാഗൺ 845 എന്ന പ്രോസസ്സർ കുറഞ്ഞ വിലക്ക് കിട്ടിയതുപോലെ അതിനുശേഷം വന്നിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ കിട്ടിക്കൊള്ളണം എന്നില്ല എന്നുള്ള കാര്യം. പിന്നെ സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസ്സറും അത്യാവശ്യം നല്ല പ്രോസസ്സർ തന്നെയാണ്. പിന്നെ ഈ ഫോണിനെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന കാര്യങ്ങൾ മിഡ് റേഞ്ച് സെഗ്മെന്റിലെ അമോലെഡ് ഡിസ്പ്ലേയും അതുപോലെ തന്നെ 120 Hz റിഫ്രഷ് റേറ്റും ആയിരിക്കും. ഈ ഫോണിൻ്റെ മോഡൽ നമ്പർ വരുന്നത് K9A എന്നാണ്. പിന്നെ ഫോണിൻ്റെ കോഡ് നെയിം വരുന്നത് കോർബറ്റ് എന്നാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കി സ്പെസിഫിക്കേഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്.